നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി. ലഹരിക്കെതിരെ പുതുക്കാട് ജനസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. പേരാമ്പ്ര നാടുകുന്നിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PG ഷാജി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ട്രഷറർ PC ഉമേഷ്, AC വേലായുധൻ, MK അശോകൻ, AK ബാലൻ, ബിന്ദു ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. മൂലധനത്തിന്റെ താല്പര്യവും രണ്ടായിരിക്കുന്നിടത്തോളം മൂലധന താല്പര്യങ്ങൾക്ക് പണിമുടക്കും പ്രതിഷേധവും വലിയ അലോസരമുണ്ടാകും. അതുകൊണ്ട് ആ അലോസരം അവര് എല്ലാ വിധത്തിലും പ്രയോഗിക്കും. പണിമുടക്ക് ദിവസം എവിടെയെങ്കിലും വാഹനം സമയത്തിന് എത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഒരു രോഗിക്ക് സമയത്തിന് ചികിത്സ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ അല്ലേ, അത് മുഴുവൻ സമരം നടത്തിയവരുടെ പേരിൽ കുറ്റപത്രമായി സമർപ്പിക്കുന്ന മനോരമയും മാതൃഭൂമിയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അവരുടെ താല്പര്യത്തിനെതിരാണ് എന്നുള്ളതുകൊണ്ടാണ്. ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തെ വലിയ തോതിൽ പ്രാധാന്യത്തോടെ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും മാധ്യമങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ പണിമുടക്കിനെ എപ്പോഴും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉൾപ്പെടെയുള്ള മാരക വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കുന്നതിനായി പുതുക്കാട് ജനസഭ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനസഭ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതിനും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വിപുലമായ തുടർ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലത്തിൽ വിപുലമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ജനസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയും ചെയർമാനും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ കൺവീനറുമായി 251 അംഗ മണ്ഡലതല ജനറൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പോലീസ് മേധാവി റൂറൽ B കൃഷ്ണകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, N മനോജ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ശിവരാമൻ, PK ശേഖരൻ, സുധൻ കാരയിൽ, അബ്ദുട്ടി ഹാജി, രാഘവൻ മുളങ്ങാടൻ, ഡേവിസ് വില്ലടത്തുകാരൻ, യുവജന സംഘടനാ പ്രതിനിധികളായ KS റോസൽ രാജ്, VN അനീഷ്, പ്രചോദി നികേതൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ബിനു P ചാക്കോ, ലൈബ്രറി കൗൺസിൽ പ്രതിനിധി P തങ്കം ടീച്ചർ, PTA പ്രതിനിധി സുനിൽ കൈതവളപ്പിൽ, വിദ്യാർത്ഥി പ്രതിനിധി സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജിനേഷ് P നന്ദി പറഞ്ഞു. ഒന്ന്, ഇത് ജനകീയമാക്കണം. ഏറ്റവും പ്രധാനം നമ്മളിവിടെ മണ്ഡലം തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു കൂട്ടി ഒരാളുകളുടെ ഇടയിൽ എത്തിയോട്ട് മാത്രം നിൽക്കില്ല.
ഇതിൽ ഏറ്റവും പ്രധാനമായി പങ്കെടുക്കേണ്ടത് യുവാക്കളും വിദ്യാർത്ഥികളും തന്നെയാണ്. ഇന്ന് തന്നെ നമ്മുടെ ഈ മീറ്റിംഗിൽ എത്ര യുവാക്കൾ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്. അതാണ് പ്രശ്നം. നമ്മുടെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി നല്ല രീതിയിൽ വിളിച്ചിരുത്തി പ്രഭാഷണം മാത്രം നടത്താൻ തീരുമാനിച്ച ഒരു പറയാം. മുഖ്യമായും ഇത് നടക്കണമെങ്കിൽ ഓരോ പ്രദേശത്തും അവിടെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായി കാരണക്കാര് നമ്മളെല്ലാം ഇത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ മാസങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ തുടങ്ങിയൊന്നോ. ചരിത്രം പരിശോധിച്ചാൽ പഞ്ചാബ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയാണ് സമൃദ്ധമായ സംസ്ഥാനങ്ങൾ ദേശീയ ആളോഹരി വരുമാനം. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. പൊരുന്നംകുന്നിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപന ചടങ്ങിൽ ആളൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജിയേഷ് ഗോപി, ആശാ വർക്കർമാരായ മോളി കുര്യൻ, മിനി ജോണി, ഹരിതകർമ്മസേന അംഗം മിനി ഷാജി, അങ്കണവാടി വർക്കർ ശോഭന, തൊഴിലുറപ്പ് മേറ്റ് മഞ്ജു എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി പോകുന്ന സ്ഥലത്തും ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അതിലേക്ക് മാത്രം റോട്ടിലേക്കോ അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ ഒന്നും പോവാണ്. നമ്മളുടെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് നമ്മുടെ കേരളത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ആളൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് പൊരുന്നക്കുന്നിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇവിടെ പ്രഖ്യാപനം നടത്തുന്നു. നമുക്ക് മനസ്സിലാവും. ആദ്യം വരുന്ന വെള്ളത്തിനെ ഈ തോടുകളിൽ വന്ന് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടമാനം വന്ന് അടഞ്ഞിട്ട് പല തോടുകളും പാടങ്ങളും പാടശേഖരങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്നാലും എത്ര തലമുറകൾ മുന്നുള്ളവരുണ്ട്. പേരാമ്പ്ര നാടുകുന്നിൽ കിണറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശി 27 വയസ്സുള്ള സതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാടുകുന്ന് കള്ളുഷാപ്പിന് സമീപമുള്ള കിണറ്റിൽ ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കരാർ തൊഴിലാളിയാണ് സതീഷ്. പേരാമ്പ്രയിൽ തന്നെയാണ് താമസം. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കൊടകര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ചിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാളയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. മാളയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപുലം സ്വദേശിയായ കുറുവത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. മേലടൂരിൽ നിന്നും ജോലി കഴിഞ്ഞു മടങ്ങുന്ന വഴിക്ക് മാള കുന്നത്തുകാട് ജംഗ്ഷന് സമീപത്ത് വച്ചാണ് വലിയ പ്ലാവ് ഒടിഞ്ഞ് ബൈക്കിലേക്ക് വീണു പരിക്കേറ്റത്. താടിക്കും തുടകൾക്കും പരിക്കേറ്റ വിഷ്ണുവിനെ ഉടൻ തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 6 പതിറ്റാണ്ടിന്റെ സ്വപ്ന സാഫല്യം. ഒളകരയിൽ 44 കുടുംബങ്ങൾ ഭൂവുടമകളായി. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. 6 പതിറ്റാണ്ടിലേറെക്കാലം മഴയും വെയിലും മഞ്ഞും സഹിച്ച ഊരിലെ മുഴുവൻ മനുഷ്യരുടെയും സ്വപ്ന സാഫല്യമാണിതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ഒളകര ഉന്നതിയിൽ വനാവകാശ രേഖ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ഒരു വാക്ക് നൽകിയിരുന്നു, ആ വാക്ക് പാലിച്ചു. വനാവകാശ രേഖ കൈമാറി എന്ന് മാത്രമല്ല, സർക്കാർ ഒരു പുതിയ ഉത്തരവ് പുറത്തിറക്കി. വനാവകാശ രേഖയുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി നികുതി അടയ്ക്കാനുള്ള അവകാശം കൊടുക്കും എന്നും പ്രഖ്യാപിച്ചു. ആ അവകാശത്തിന് ശേഷം ആദ്യം കൊടുക്കുന്ന വനാവകാശമാണ് ഒളകരയിലേതെന്ന് മന്ത്രി പറഞ്ഞു. ഇനി ഇവർക്ക് ഇവിടെ വീട് വയ്ക്കണം. റോഡ് നവീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു. റോഡ് പണിയുന്നതിനുള്ള അവസരം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ട് വനാവകാശ നിയമത്തിലൂടെ നൽകാമെന്ന് വനംവകുപ്പ് സമ്മതിച്ചതായും മന്ത്രി പറഞ്ഞു. ഒളകരയുടെ ഈ നാടിൻ്റെ വികസനത്തിന് ഇവരുടെ മുന്നിലുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒളകര ഉന്നതിയിൽ നടന്ന ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ,
ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഡയറക്ടർ വി രേണുരാജ്, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ, സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് ഷഫീഖ്, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പി ഉമ എന്നിവർ മുഖ്യാതിഥികളായി. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുബൈദ അബൂബക്കർ, ഇ ടി ജലജൻ, കെ വി അനിത, പി ചി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഒളകര ഉന്നതിയിലെ ഊരുമുപ്പത്തി മാധവി കുട്ടപ്പൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ആദിവാസി ഊരിലെ മുഴുവൻ മനുഷ്യരും ആ പൂ പൂത്തു, ആ മഴ പെയ്തു, ആ അവകാശം ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന അഭിമാന നിമിഷത്തിലാണ് നിൽക്കുന്നത്. മഴയൊന്നും ഒരു പ്രശ്നമല്ല, ഇതിനേക്കാൾ വലിയ മഴ കൊണ്ടാണ് ഇവരെല്ലാവരും കിടന്നത്. പക്ഷേ ഇവരോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉള്ള കാലത്ത് ഇവർക്ക് ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ വനാവകാശ രേഖ കൈമാറും. മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ രക്ഷാകർത്തൃ സംഗമം നടത്തി. ഈ അക്കാദമിക വർഷത്തിലെ രക്ഷാകർത്തൃ സംഗമം ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് ഡയറക്ടർ വി ആർ രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക റോഷ്നി, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് പി എം, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ബിദീഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് രക്ഷാകർത്താക്കളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപികമാരായ നീതു സി എം, മിനി സി സി, വിന്നി കൃഷ്ണ എം പി, സുവർണ പി എസ്, അനറ്റ് വർഗീസ്, അശ്വതി കെ ആർ, ദീപ വി ഡി, നീമ കെ എസ്, നിഷ പി വി, പ്രിയ പി വി, ബീന എ കെ, സവിത രാജേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ വർഷത്തെ രക്ഷാകർത്തൃ ദിനം പാരൻസ് ഡേ അധ്യക്ഷൻ ശ്രീ വി ആർ രാധാകൃഷ്ണൻ, സ്കൂൾ ഹെഡ്മിസ്റ്റർ വാഷ്ണി, ക്ഷേമസമിതി പ്രസിഡന്റ് ശ്രീ മനോജ് പി എം, ഇവിടെ ഉത്താമെന്നേൽക്കുന്ന വിദ്യാലയ സമിതി രക്ഷകർത്താവ് വി വേണുഗോപാൽ, മറ്റ് ഇന്ന് ഈ രക്ഷാകർത്തൃ ദിനത്തിലെ സ്വന്തം കഴിവുകളും കലാവൈഭവങ്ങളൊക്കെ അവതരിപ്പിക്കാനെത്തിയിരിക്കുന്നവരും അത് ആസ്വദിക്കാനെത്തിയിരിക്കുന്നവരും ഈ പരിപാടി ഒരു വൻ വിജയമാക്കാൻ പോകുന്നവർക്കും വളരെ ഊഷ്മളമായ ഒരു പ്രഭാതം നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് ഡേ പ്രോഗ്രാമിൻ്റെ സ്വാഗതം ആശംസിക്കുക എന്ന ഒരു കർത്തവ്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ അധ്യക്ഷ പദവി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മറ്റത്തൂർ നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വരാജ് പുരസ്കാരം നേടിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എം ആർ രഞ്ജിത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി എന്നിവരെ ആദരിച്ചു. കൊടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദരണവും നടത്തി. നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് അംഗം KS സുരജ്, CD പോൾസൺ, MP ജോഷി, ബിജിത്ത് വർഗീസ്, VS സുബീഷ്, KB ഹിതേഷ്, PS അംബുജാക്ഷൻ, വിനോദ് മാധവൻ, KS സുനീബ്, AS സുധീഷ്, MK ബാബു, EH സഹീർ എന്നിവർ സംസാരിച്ചു. 5 വർഷം മുൻപ് അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. കോവിഡ് വ്യാപനം തടയാനെന്ന പേരിൽ 2020 മാർച്ച് 23-നാണ് ആമ്പല്ലൂരിലെ അളഗപ്പ മില്ലിന്റെ പ്രവർത്തനം നിർത്തിവച്ചത്. തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന സമാശ്വാസ വേതനം നവംബർ മുതൽ നൽകിയിട്ടില്ല. 300-ൽ പരം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലാണ്. മിൽ അടച്ചതിന്റെ 5ാം വാർഷിക ദിനമായ ഞായറാഴ്ച മിൽ ഗേറ്റിൽ നടത്തിയ പ്രതിഷേധ ധർണയും പ്രകടനവും DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, ആന്റോ ഇല്ലിക്കൽ, M തുളസീദാസൻ എന്നിവർ സംസാരിച്ചു.
കെ.ഡി. ഷാജി, സുനിത, മുരളി, പ്രീതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മിൽ തുറന്ന് പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി. ലഹരിക്കെതിരെ പുതുക്കാട് ജനസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. പേരാമ്പ്ര നാടുകുന്നിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.